Good morning. Morning, Miss. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Okay, good morning. അപ്പോ ഇവിടെ എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ? നല്ല മഴയാണ് മിസ്. നല്ല മഴയാണ്. ഇവിടെയും നല്ല മഴയാണ്. നമ്മുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവിടെയും നല്ല മഴയായതുകൊണ്ട് തന്നെ നെറ്റ് ഇഷ്യൂസ് വരാം, കറണ്ട് ഒക്കെ പോവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്നതിനിടയിൽ എങ്ങാനും നിങ്ങൾക്ക് ക്ലാസ് കട്ടായോ പോവോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പൊ അത് നേരത്തെ പറയാണ്. അപ്പൊ എപ്പോഴാണോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മാത്രം, ഇൻ കേസ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് ആദ്യം തന്നെ പറയുന്നത്, ഇനി അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ വരരുതല്ലോ, അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അവരെയും ഇതുപോലെ തന്നെ നല്ല മഴയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് എടുക്കുന്നതിൽ ചിലപ്പോ എന്തെങ്കിലും കറണ്ട് പോകുകയോ നെറ്റ് ഇഷ്യൂ വരികയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ്. ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ 2 ക്ലാസ് ഉണ്ടാവും. അല്ലാത്ത പക്ഷം അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരികയാണെങ്കിൽ പിന്നെയുള്ള ക്ലാസ് ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ചാപ്റ്ററിലേക്ക് കടക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ എടുത്തുകൊണ്ടിരുന്നേ, ഓർക്കുന്നുണ്ടോ? Safety and security in the hospital. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആയിരുന്നു. എവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്? ഫിസിക്കൽ സെക്യൂരിറ്റി പറഞ്ഞില്ലേ? Provide roll up shutters on grills. അവിടെ വരെ കംപ്ലീറ്റ് ആയി അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? അവിടെ വരെയും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമ്മള് നെക്സ്റ്റ് ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ പ്രൊസീജിയറൽ സെക്യൂരിറ്റി. നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ സുരക്ഷ ഉറപ്പുവരുത്താം. അപ്പൊ അതിൽ ഈ ഒരു ഭാഗം കൂടി ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ്. കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കിയ മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ പ്രൊസീജിയറൽ സേഫ്റ്റി, അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷ. നോക്കിയ ഒന്നാമത്തെ പോയിന്റ്, എസ്റ്റാബ്ലിഷ് സർവീസ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദം ടു ഓൾ എംപ്ലോയീസ്. നമ്മുടെ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണമെങ്കിൽ കുറച്ച് അധികം നിയമങ്ങൾ നമ്മൾ നടപ്പിലാക്കണം അല്ലെ. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ നടപ്പിലാക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിലൂടെയാണ് നമുക്ക് ആ ഒരു സെക്യൂരിറ്റി സേഫ്റ്റി നിർബന്ധമായിട്ടും അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാവും, ചെയ്യേണ്ടതായിട്ടുണ്ടാവും, നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായ നിയമങ്ങൾ നടപ്പിലാക്കുക. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ സ്ഥാപിക്കുകയും അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ദം ടു ഓൾ എംപ്ലോയീസ്, അവിടെയുള്ള എല്ലാ ജീവനക്കാരുമായിട്ടും നല്ല രീതിയിൽ അത് ആശയവിനിമയത്തിലൂടെ അറിയിക്കുകയും ചെയ്യണം അല്ലെ. അവർക്ക് അറിയണ്ടേ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് സെക്യൂരിറ്റി നമ്മൾ ഓരോ പ്രവൃത്തിയിലും ഉറപ്പുവരുത്താൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള റൂൾസ് സ്ഥാപിക്കുക മാത്രമല്ല, അത് കൃത്യമായിട്ട് അവിടെയുള്ള എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ ആശയവിനിമയത്തിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എസ്റ്റാബ്ലിഷ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും വേണ്ടി കൃത്യമായിട്ടുള്ള പോളിസികൾ, നയങ്ങളും നടപടിക്രമങ്ങളും സ്ഥാപിക്കുക. അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഇടയ്ക്ക് ക്ലിയർ ആവുന്നില്ലേ? ഒരാൾക്ക് മാത്രമാണോ, മറ്റുള്ളവർക്ക് ഓക്കെയാണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. റിജൂസ് എന്ന് പറഞ്ഞ ആ ഒരു നെറ്റ് ഇഷ്യൂ ആയിരിക്കേ. നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിന്നോമ്പോ കേട്ടോ. ഓക്കെ, നോക്കിയേ, എസ്റ്റാബ്ലിഷ്
പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും വേണ്ടി കൃത്യമായ നയങ്ങളും നടപടിക്രമങ്ങളും സ്ഥാപിക്കുക. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റുകളിൽ അവിടെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് അവിടെ സെക്യൂരിറ്റിയിൽ കുറവ് വരുന്നത് അല്ലെ. ഏറ്റവും നല്ല രീതിയിലുള്ള പോളിസികളും പ്രൊസീജിയേഴ്സും ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയിട്ടും സ്ഥാപിക്കുക. അതിലൂടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. മൂന്നാമതായിട്ട് എസ്റ്റാബ്ലിഷ് കമ്മിറ്റീസ്. വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുക. അതായത് പർച്ചേസ് കമ്മിറ്റി. ഇപ്പൊ നമുക്കറിയാം പർച്ചേസുമായി ബന്ധപ്പെട്ട് ഒത്തിരി സാധനങ്ങൾ കാര്യങ്ങളൊക്കെ നഷ്ടമൊക്കെ വരാം അല്ലെ, മോഷ്ടിക്കപ്പെടാം, അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ ഇവര് പർച്ചേസ് ചെയ്ത് എന്ത് ചെയ്യാം, മറിച്ച് വിൽക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുക. അപ്പൊ ആ ഓരോ കമ്മിറ്റിക്കും എന്ത് ചെയ്യണം, അതിൻ്റെതായ അധികാരങ്ങളും ചുമതലകളും കൊടുത്ത് ഒരു കുറച്ച് മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തി ആ ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ളത്. അതായത് പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക്സ് കമ്മിറ്റി, ഫാർമസിയുമായി ബന്ധപ്പെട്ട ചികിത്സാപരമായിട്ടുള്ള കമ്മിറ്റികൾ, അങ്ങനെയുള്ള വിവിധ കമ്മിറ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഒക്കെ ഇല്ലേ, അതുപോലെ ഇങ്ങനെയുള്ള കമ്മിറ്റികൾ രൂപീകരിക്കും. അതിൽ കുറച്ച് മെമ്പേഴ്സിനെ അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ട് നിർത്തുകയും ആ ഒരു കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ പറയുന്ന കാര്യങ്ങൾ, അവർക്ക് എന്താണോ എന്ത് കമ്മിറ്റിയാണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം ആ കമ്മിറ്റിക്ക് കൊടുക്കുന്നു. അപ്പൊ ആ കമ്മിറ്റിയാണ് ബാക്കിയുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിയന്ത്രിക്കാനും നല്ല രീതിയിൽ നടപ്പിലാക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും പറ്റും. അടുത്തത് എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ ഓവർഫ്ലോ ഓഫ് ഹോസ്പിറ്റൽ സപ്ലൈസ് ആൻഡ് മെറ്റീരിയൽസ് പർട്ടിക്കുലർലി റിസീവിംഗ് ഫംഗ്ഷൻ. എന്ന് വെച്ചാൽ എന്താ, എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം സ്ഥാപിക്കുക. ആൻഡ് കൺട്രോൾ ഓവർഫ്ലോ ഹോസ്പിറ്റൽ സപ്ലൈസ്, അതായത് നമ്മളിപ്പോ ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞ് സാധനങ്ങൾ ഒരുപാട് വാങ്ങിക്കുന്നത് ഓവർഫ്ലോ സപ്ലൈസ് ആണ്. ഹോസ്പിറ്റലിലെ സാധനങ്ങളുടെ അമിതമായിട്ടുള്ള ഓവർഫ്ലോ അല്ലെങ്കിൽ കൂടുതൽ വരുന്ന ഒരവസ്ഥ. പെർട്ടിക്കുലർലി റിസീവിംഗ് ഫംഗ്ഷൻസ്, കൂടുതലും നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഓർഡർ കൊടുത്ത് സാധനങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള സാധനമാണെങ്കിൽ പിന്നെ അത് പർച്ചേസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഓർഡർ കൊടുക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല അല്ലെ. അപ്പൊ അവിടെ ആ ഒരു ഓവർഫ്ലോ മുതലായവ വരാം. കാരണം കൂടുതൽ സാധനം വന്നാല് ഇപ്പൊ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്, ആ സാധനം ഒരു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്, അതിന് കൂടുതൽ നമ്മൾ പിന്നെയും അത് ഓർഡർ ചെയ്തു. അപ്പൊ ആ ഒരു സാധനങ്ങളുടെ അമിതമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്, കൂടുതൽ വരികയാണ് ആ സാധനങ്ങൾ. അപ്പൊ കൂടുതൽ വരുന്നതിൽ നിന്ന് ഒന്നോ രണ്ടോ എടുത്ത് മാറ്റിയാൽ നമുക്ക് അറിയാൻ പറ്റുമോ, ഇല്ല അല്ലെ. അതേസമയം കൃത്യമായും കണക്ക് പ്രകാരമായിട്ടിരിക്കുന്ന സാധനമാണെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ എടുത്ത് നമുക്ക് മനസ്സിലാവും, അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. അതേസമയം ഈ ഓവർഫ്ലോ വന്നു കഴിയുമ്പോ എത്ര എണ്ണം കൂടുതലുണ്ട്, എത്ര എണ്ണം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരു കണക്കില്ലാതെ വരുന്നത് കൊണ്ട് തന്നെ ഇതിലൂടെ കുറെ അധികം മോഷണങ്ങളോ മോഷ്ടിക്കപ്പെടാനോ അല്ലെങ്കിൽ മാറ്റിയെടുത്ത് തിരിമറി ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെയുള്ള ഓവർഫ്ലോ അല്ലെങ്കിൽ കൂടുതൽ വരുന്നതിനെ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക. അതിനുവേണ്ടി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയും ചെയ്യുക. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ. എന്ന് വെച്ചാൽ എന്താ, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ വിവര പട്ടികകള്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലും ഓരോ ഏരിയയിലും എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്നതിനെ കുറിച്ചുള്ള വിവര പട്ടികകള് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. അപ്പൊ ആ ഒരു വിവര പട്ടികകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റില് ഇന്ന സാധനങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണാതെ പോയാൽ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും അല്ലെ. ഇപ്പൊ നമ്മുടെ വീടുകളില് കിച്ചണിൽ ഇന്ന സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു റൂമില് ഇന്ന ഐറ്റംസ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ എന്തെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് അറിയാൻ പറ്റില്ലേ, നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ. അതുപോലെ തന്നെ എവിടെയും ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ടുള്ള വിവര പട്ടികകൾ അല്ലെങ്കിൽ ചരക്ക് പട്ടികകൾ തയ്യാറാക്കുകയും അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുകയും വേണം. Then establish well formulated procedure for requisition, purchase, intent, supply and distribution. എന്താ, ഒരു നന്നായി രൂപപ്പെടുത്തിയ നടപടിക്രമങ്ങൾ സ്ഥാപിക്കുക. എന്നുള്ള കാര്യമില്ല റിക്വസിഷൻ, അതായത് ഇപ്പൊ സാധനങ്ങൾ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും, അഭ്യർത്ഥന കൊടുക്കും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്. ഇന്ന സാധനങ്ങൾ നമുക്ക് വേണം, നമ്മുടെ ഇവിടെ അവൈലബിലിറ്റി ഇല്ല, കുറഞ്ഞു എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ പർച്ചേസുമായി ബന്ധപ്പെട്ടാവാം. ഇന്റന്റ് എന്ന് പറഞ്ഞാൽ കരാർ അല്ലെങ്കിൽ ഉടമ്പടികൾ. നമ്മൾ പല സ്ഥാപനങ്ങളുമായിട്ട് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺട്രാക്ട് വെക്കാറുണ്ട് അല്ലെ.
ഇല്ലേ? നമ്മുടെ ഇപ്പോ എന്തെങ്കിലുമൊക്കെ സാധനം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഒരുപാട് ഉപകരണങ്ങൾ കാര്യങ്ങൾ വേണ്ടി വരും. അവർ സ്വാഭാവികമായിട്ടും അത് മറ്റുള്ള സപ്ലയേഴ്സുമായിട്ട് ഇന്റന്റ് ആണ്, അല്ലെങ്കിൽ കരാറുകൾ അല്ലെങ്കിൽ ഉടമ്പടി വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ വിതരണവും അതുപോലെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ വിതരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി രൂപപ്പെടുത്തിയ നടപടിക്രമങ്ങളിലൂടെയാണ് ഇത് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള രീതിയിലുള്ള റിക്വസ്റ്റുകൾ കൊടുക്കുന്നു. അതായത് കൃത്യമായ രീതിയിലുള്ള കണക്കുകൾ മാത്രം എടുത്ത് ഒരുപാട് കൂടുതലോ ഒന്നും പറയുന്നില്ല. കൃത്യമായിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവർ ആ റിക്വസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഒരു കരാർ അല്ലെങ്കിൽ ഒരു ഉടമ്പടിയാണ് നമ്മുടെ വിതരണ സപ്ലൈയേഴ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ എന്തെങ്കിലും തിരിമറി ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ലെ? കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം ചെയ്തു പോകുന്നത്. ഇപ്പൊ ഒരു 5 ഉപകരണങ്ങളാണ് അവർക്ക് വേണ്ടത് എങ്കിൽ 5 ഉപകരണങ്ങളുടെ റിക്വസ്റ്റ് അവർ കൊടുക്കുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള പർച്ചേസേ അവിടെ നടക്കുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള കരാറുകളിൽ ഏർപ്പെടുന്നു. അവർ സാധനങ്ങൾ വിതരണം ചെയ്തു വരുന്നു, അല്ലെ? അപ്പൊ അത് കൃത്യമായ രീതിയിൽ ആ ഒരു നല്ല ഫോർമുലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ, നന്നായി രൂപപ്പെടുത്തിയ രീതിയിലുള്ള ആ നടപടിക്രമങ്ങൾ എത്തിക്കുക, അതുമായി ബന്ധപ്പെട്ടൊക്കെ സ്ഥാപിക്കുക. ലാസ്റ്റ് വരുന്നതാണ് conduct surface checks of all department inventories. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും വിവര പട്ടികകൾ പ്രകാരം കൃത്യമായിട്ട് എന്ത് ചെയ്യുക? സർഫേസ് ചെക്കുകൾ നടത്തുക, ഇല്ലേ? പ്രതീക്ഷിക്കാതെയുള്ള പരിശോധനകൾ നടത്തുക. ഒരു സ്ഥാപനം ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രതീക്ഷിക്കാതെ പരിശോധിക്കാൻ ചെല്ലാന്ന് വിചാരിക്കും. പെട്ടെന്ന് ചെല്ലുകയാണ്. അവർക്ക് മുൻകൂട്ടി അറിയുമെങ്കിൽ അവർ ഈ പറയുന്നില്ലാത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഓൾറെഡി എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, അല്ലെ? അതേസമയം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ് അവരുടെ അവിടേക്ക് പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ എന്താ പറ്റുക? അവർക്ക് അവിടെ അറേഞ്ച് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒരു സമയമൊന്നും കിട്ടൂല, അല്ലെ? പെട്ടെന്നായിരിക്കും. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാതെ ചെല്ലുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള എന്ത് പെട്ടെന്ന് ഒരു തിരിമറി ചെയ്താലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളോ എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ കാണാതെ പോയാലും പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന രീതിയിൽ സർഫേസ് ചെക്കുകൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നടത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങള് എന്തുമായി ബന്ധപ്പെട്ടതാ? പ്രൊസീജിയറൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഒന്നുകൂടി പറയാം, കിട്ടാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് ഇവരുടെ സർവീസ് അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ സെക്യൂരിറ്റി റൂളുകൾ സ്ഥാപിക്കുകയും അത് നല്ല രീതിയിൽ അവിടുത്തെ എംപ്ലോയീസുമായിട്ട് ആശയവിനിമയത്തിലൂടെ അറിയിക്കുകയും ചെയ്യുക. രണ്ടാമത് പറഞ്ഞത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട നല്ല പോളിസികളും പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളും സ്ഥാപിക്കുക. മൂന്നാമതായി പറഞ്ഞത് കൃത്യമായ കമ്മിറ്റികൾ രൂപീകരിക്കുക. പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഇതുപോലെയുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുക. അടുത്തതായിട്ട് പറഞ്ഞത് ഹോസ്പിറ്റലിലെ സാധനങ്ങളുടെ അമിതമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ വരുന്ന ഒരു ഓവർഫ്ലോയെ എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. ഇത് അതുപോലെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, റിസീവ് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട് ആ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്മിറ്റികൾക്ക് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കുകയും ചെയ്യുക. അടുത്തതായിട്ട് പറഞ്ഞത് ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഓരോ ഏരിയാസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവര പട്ടികകൾ തയ്യാറാക്കുക. അതുപോലെ തന്നെ പർച്ചേസിന്റെ റിക്വസിഷനുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, പർച്ചേസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, കരാറുകളിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, സപ്ലൈ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഇതുമായി എല്ലാം ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഒരു രൂപപ്പെടുത്തിയിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെയായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് പറഞ്ഞത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും വിവര പട്ടികകളുമായി ബന്ധപ്പെട്ട സർപ്രൈസ് ചെക്കുകൾ അല്ലെങ്കിൽ പരിശോധനകൾ പ്രതീക്ഷിക്കാതെയുള്ള പരിശോധനകൾ നടത്തുക. അതിലൂടെ എന്തെങ്കിലുമൊക്കെ തിരിമറികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതൊക്കെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സ്. ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കുള്ളൂ കേട്ടോ.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടാ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ചെറിയൊരു ചാപ്റ്റർ ആണ്, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ചാപ്റ്റർ നോക്കുന്നത് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ 4th ചാപ്റ്റർ ആണ് കേട്ടോ. 3rd മോഡ്യൂളിലെ 4th ചാപ്റ്റർ ആണ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷൻ വേണം അല്ലെ? വേണ്ടേ? നല്ല രീതിയിലുള്ള ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും അതിന്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നല്ലൊരു പബ്ലിക് റിലേഷൻ, നല്ലൊരു പൊതുജനങ്ങളുമായി നല്ലൊരു ബന്ധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അല്ലെ? അല്ലാതെ അവരുടെ ആ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവരെങ്ങനെയുള്ള മനുഷ്യരുമായിട്ട് ഇടപെടലുകൾ നടത്തുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അവിടെ ഒരു നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിന് നിലനിൽക്കുള്ളൂ. ഇവിടെയും എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എങ്ങനെ അത് നിലനിർത്താൻ പറ്റും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറെ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വലിയ രീതിയിൽ കുറേയധികം എന്തോ കൺഫ്യൂഷൻ ആക്കുന്ന കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ചെറിയ ചാപ്റ്റർ ആണ്, നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓരോ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രം. ഓക്കെ, ആദ്യത്തെ പോയിന്റ്, ആദ്യത്തെ ബോക്സ് തന്നെ നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? അത് ഇതിൽ ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സിലൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, പബ്ലിക് റിലേഷൻസ് ഹോസ്പിറ്റൽ. Who was Edward Bernays? ആരാണ് എഡ്വേർഡ് ബെർണൈസ്? അതായത് അദ്ദേഹമാണ് എന്തെന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. ചോദിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാവുന്ന ഈ ഒരു ഭാഗത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാട്ടോ. അത് പറയുമ്പോൾ മിസ് പറയുന്ന സമയത്ത് അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ആരാണ് ഹു വാസ് എഡ്വേർഡ് ബെർണൈസ്? അദ്ദേഹം 1891 1995 കാലഘട്ടത്തിൽ 104 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്കിളിന്റെ നെയിമാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. കേട്ടിട്ടുണ്ടോ ഇദ്ദേഹത്തിന്റെ പേര്? സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു ലോക പ്രശസ്തനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒത്തിരി പബ്ലിക്കേഷൻസും ബുക്സും കാര്യങ്ങളൊക്കെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. അദ്ദേഹം ഒരു പ്രശസ്തനായ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇവിടെ അങ്കിൾ എന്ന് പരാമർശിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ അങ്കിൾ ആണെന്ന് പരാമർശിച്ചിരിക്കുന്നത് അദ്ദേഹം അത്രയും പ്രശസ്തനായ ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ എഡ്വേർഡ് ബെർണൈസ് അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേരെന്താണ് ചോദിക്കാറുണ്ട് കേട്ടോ. തിരിച്ചും ചോദിക്കാം അല്ലെ? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ നെഫ്യൂയുടെ പേര് എന്താണെന്ന് ചോദിച്ചൂടെ? തിരിച്ചു ചോദിക്കാം. അതുകൊണ്ട് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് എഡ്വേർഡ് ബെർണൈസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അങ്കിളാണ്. ഓക്കെ, അപ്പൊ അത് അദ്ദേഹം 104 വയസ്സ് വരെ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. 1891 മുതൽ 1995 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി ആരാണ് ഈ എഡ്വേർഡ് ബെർണൈസ്? അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ബോക്സിൽ പറയുന്നത്. ഓക്കെ, എഡ്വേർഡ് ബെർണൈസ് അതായത് ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഇത് പറയുന്ന സമയത്തൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. കാരണം ചിലപ്പോ ചിലരുടെ അത് ക്ലിയർ ആവണമെന്നില്ല കേട്ടോ. ചിലരുടെ ചിലപ്പോ ഒത്തിരി ഒന്ന് മങ്ങിയിരിക്കുന്ന പോലെയൊക്കെ തോന്നാം, വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നാം അല്ലെ? കളർ പ്രിന്റ് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഫോട്ടോസ്റ്റാറ്റ് പോലത്തെ ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഇത്തിരി വ്യത്യാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഒന്നത് ശ്രദ്ധിക്കുക കേട്ടോ. നോക്കിയേ, എഡ്വേർഡ് ബെർണൈസ് ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളതാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ അങ്കിളാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയാം. രണ്ടാമത്തതായിട്ട് പറയുന്നത്
എഡ്വേർഡ് ബെർണൈസ് is the father of public relation. പബ്ലിക് റിലേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ബെർണൈസ് ആണ്. ചോദിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. Then the point, the public relation council. അദ്ദേഹം പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു കൗൺസിൽ രൂപീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ wrote the first public relation book. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ ആരുടെ ബുക്കാണ്? എഡ്വേർഡ് ബെർണൈസിന്റെ ആദ്യത്തെ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ആരാണ് പബ്ലിക് റിലേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്? ആരാ പബ്ലിക് റിലേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്? ആരാണ്? എന്താണ്? എഡ്വേർഡ് ബെർണൈസ് അല്ലെ? വെരി ഗുഡ്, എഡ്വേർഡ് ബെർണൈസ്. ഇനി അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേരെന്താ? അങ്കിളിന്റെ പേരെന്താണ്? സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലെ? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് PR ബുക്ക് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ബുക്കിനെ അറിയപ്പെടുന്ന പേര്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് PR ബുക്ക് ഏതാണ്? അല്ലെങ്കിൽ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ബുക്ക് ഏതാണ്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ കേട്ടോ. ഈ 3 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ. ഫസ്റ്റ് PR കോഴ്സ് അറ്റ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് PR കോഴ്സ് പഠിപ്പിക്കുകയും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് കോഴ്സ് ഹിംസെൽഫ് PR പ്രൊഫഷണൽ. ഇദ്ദേഹത്തെ ആരും അങ്ങോട്ട് ഒരു PR പ്രൊഫഷണൽ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇദ്ദേഹം സ്വയമേ എന്ത് ചെയ്തു? സ്വയം PR പ്രൊഫഷണൽ എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു എഡ്വേർഡ് ബെർണൈസിന്റെ ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹം 104 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ആരാണ് എഡ്വേർഡ് ബെർണൈസ്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. എഡ്വേർഡ് ബെർണൈസ് പബ്ലിക് റിലേഷൻ കൗൺസിലുകൾ രൂപീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് PR ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അദ്ദേഹം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി PR കോഴ്സ് പഠിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഫസ്റ്റ് കോഴ്സ് ഹിംസെൽഫ് PR പ്രൊഫഷണൽ. അദ്ദേഹം സ്വയം PR പ്രൊഫഷണൽ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ഉണ്ടായി. ക്ലിയർ ആണോ? ആ 2 ബോക്സ് നോക്കിയാണോ? 3 അദ്ദേഹം ഈ എഡ്വേർഡ് ബെർണൈസിന്റെ കാലഘട്ടമാണ് കേട്ടോ. അത് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടമാണ്. എഡ്വേർഡ് ബെർണൈസിന്റെ ജീവിത കാലഘട്ടം. ഓക്കെ. ഇനി നമുക്ക് 2 പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് 2 ഡെഫിനിഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഒരു ഡെഫിനിഷൻ ആരാണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ട്. അതാണ് ജോൺ വില്യംസിന്റെ ഡെഫിനിഷൻ ആണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഫസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ നോക്കി 2 ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമതാണ് പബ്ലിക് റിലേഷൻ മീൻസ് knowing what the public hopes for and explaining how administration is satisfying these desires. പബ്ലിക് റിലേഷൻ മീൻസ്, പബ്ലിക് റിലേഷൻ എന്ന് വെച്ചാൽ എന്നതിന്റെ അർത്ഥം എന്താണ്? വാട്ട് ദ പബ്ലിക് ഹോപ്സ് ഫോർ, അതായത് പൊതുജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നോ ചെയ്യുക അല്ലെങ്കിൽ അറിയുകയും and explaining how administration is satisfying this desire. എന്താ? അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ ഭരണകൂടം ഈ ആഗ്രഹങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്തുമെന്ന് ഉള്ള ഒരു വിശദീകരണമാണ് പബ്ലിക് റിലേഷൻ. മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ. പറഞ്ഞു നോക്കിയേ. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാല് ഹോസ്പിറ്റലിലെ സർവീസുകൾ കൊടുക്കാറുണ്ട് അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് സേവനങ്ങൾ നമുക്ക് ലഭ്യമാകാറുണ്ട് അല്ലെ? ഓരോ സർവീസുകളെ കുറിച്ചും നമ്മുടെ പബ്ലിക്കിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? കുറച്ച് താല്പര്യങ്ങൾ ഉണ്ടാവും അല്ലെ?
നമുക്ക് ഇന്ന രീതിയിലുള്ള ഒരു സർവീസ് ആയിരിക്കണം ഒരു ഹോസ്പിറ്റലിൽ നിന്നും കിട്ടേണ്ടത് എന്ന രീതിയിൽ പൊതുജനങ്ങള് എന്തൊക്കെയായിരിക്കും പ്രതീക്ഷിക്കുക അല്ലെ? ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവില്ലേ ആ ഒരു സർവീസിനെ കുറിച്ച്? ഉണ്ടാവും. അപ്പൊ ആ ഒരു പൊതുജനങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ആര് മനസ്സിലാക്കണം? ആരാ മനസ്സിലാക്കണ്ടേ? ഒരു സർവീസ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ മനസ്സിലാക്കണം അല്ലെ? ആണോ? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അത് ആ ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ല. ആ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം എന്ത് മനസ്സിലാക്കണം? Knowing what the public hopes for അല്ലെ? ആ പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങൾ അവരിൽ നിന്നും ആ ഹോസ്പിറ്റലിൽ നിന്നും എന്ത് സർവീസുകളാണോ പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിലാക്കുകയും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം അല്ലെങ്കിൽ ഭരണ വിഭാഗം എന്ത് ചെയ്യണം? അവരുടെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എക്സ്പ്ലെയിനിങ് ഹൗ അഡ്മിനിസ്ട്രേഷൻ ഈസ് സാറ്റിസ്ഫൈങ് ദിസ് ഡിസയർ അവരുടെ ആഗ്രഹങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് പബ്ലിക് റിലേഷൻ. അവരുടെ ആവശ്യകതകൾ പബ്ലിക്കിന്റെ ആവശ്യകതകൾ എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ് അത് ആദ്യം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സർവീസ് ആണ് കൊടുക്കേണ്ടത് അല്ലെ? പബ്ലിക്കിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള സർവീസ് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ താല്പര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരുടെ ആ ഒരു പ്രതീക്ഷകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സർവീസുകൾ ആര് കൊടുക്കണം? ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം നൽകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നൽകുന്ന അല്ലെങ്കിൽ അവരെ ആരും തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വിശദീകരണം അതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെയാണ് ഈ പറയുന്ന ആളുകളുടെ പ്രതീക്ഷകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള സർവീസുകൾ അവർക്ക് കൊടുക്കണം അല്ലെ? അപ്പൊ ഒരു നല്ല പബ്ലിക് റിലേഷൻ വരുന്നത് എപ്പോഴാണ്? നമ്മൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഇന്ററാക്ട് ചെയ്ത് നല്ല രീതിയിൽ പോകുമ്പോഴാണ് അല്ലെ? നമ്മൾ ഒരു കൂട്ടരുമായിട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എങ്ങനെയാ? അവര് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള സർവീസുകൾ തരുന്നു അല്ലെ? നമ്മളോട് നല്ല രീതിയിൽ അവിടെ ചെല്ലുമ്പോൾ ബിഹേവ് ചെയ്യുന്നു, നല്ല രീതിയിലുള്ള സർവീസുകൾ തരുന്നു അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു ഇഷ്ടം തോന്നുന്നതും പിന്നീട് ചെല്ലാൻ തോന്നുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഡെഫിനിഷനിലും പറയുന്നത് അത് തന്നെയാ. നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്? പബ്ലിക് എന്താണോ ആവശ്യപ്പെടുന്നത് ആ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ആ സ്ഥാപനം മനസ്സിലാക്കുകയും അവിടുത്തെ ആ ഒരു ഭരണകൂടം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം അവരുടെ പ്രതീക്ഷകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സർവീസുകൾ നൽകുകയും ചെയ്യുമ്പോഴാണ് പബ്ലിക് റിലേഷൻ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് ഡെഫിനിഷൻ ഇത് ജോൺ മില്ലറ്റിന്റെ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ആണ് കേട്ടോ. ക്ലിയർ ആണോ? ഫസ്റ്റ് ഡെഫിനിഷൻ ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ഡെഫിനിഷനിൽ പറയുന്നത് the public relation is organized process to influence public opinion through sound character and genuine performance on the basis of mutually satisfactory two-way communication. എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ്. ഇതൊരു സംഘടിത പ്രക്രിയയാണ്. എന്തിനു വേണ്ടി? ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടി. എന്തിലൂടെ സ്വാധീനിക്കാൻ പറ്റും? ത്രൂ സൗണ്ട് ക്യാരക്ടർ നല്ല സ്വഭാവത്തിലൂടെ, ഗുഡ് ജെന്യുവൻ പെർഫോമൻസ് നല്ല യഥാർത്ഥമായിട്ടുള്ള പ്രകടനത്തിലൂടെ, ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി two-way communication. അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഒരു നല്ല മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി രണ്ടു കൂട്ടർക്കും അല്ലെ? അങ്ങോട്ടും അവിടെ നിന്ന് സംസാരിക്കുന്നവർക്കും ഇവിടെയുള്ളവർക്കും മ്യൂച്വലി രണ്ടു കൂട്ടർക്കും പരസ്പരം തൃപ്തികരമായിട്ടുള്ള ഒരു two-way communication അല്ലെങ്കിൽ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തില് അല്ലെ? ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് സാധിക്കുന്നത്. ആ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തില് നല്ല സ്വഭാവത്തിലൂടെ അതുപോലെ തന്നെ യഥാർത്ഥ പ്രകടനത്തിലൂടെയും നമുക്ക് പൊതുജനത്തിന്റെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്നതിനുള്ള ഒരു സംഘടിത പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ്? അതായത് ഒരു എക്സാമ്പിൾ മിസ് പറയും, ഇതുമായി ബന്ധപ്പെട്ടതല്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കി, ഇപ്പൊ നമ്മള് ഇലക്ഷനൊക്കെ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികൾ നിൽക്കാറുണ്ട് അല്ലെ? ഇലക്ഷന് സ്ഥാനാർത്ഥികൾ നിൽക്കാറില്ലേ?
കാര്യമുണ്ടോ? നമ്മൾ ആൾക്കാരെ അവരെ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുക്കാൻ താല്പര്യം കാണിക്കുന്നത് എങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും? എങ്ങനെയുള്ള ആളുകൾക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കാം? എങ്ങനെ നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. ഇന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അല്ലെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ശരിയാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക്, നമുക്ക് ജെനുവിനായിട്ട് തോന്നുന്ന ആളുകൾ അല്ലെ, നമ്മൾ ജെനുവിനായിട്ടാണ് അയാൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് തോന്നിയാൽ നമ്മൾ വോട്ട് കൊടുക്കാറുണ്ട്. നമ്മളോട് നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ആളുകൾക്ക് കൊടുക്കാറുണ്ട് അല്ലെ. നമ്മളോട് നല്ല ബഹുമാനത്തോടു കൂടി നല്ല രീതിയിൽ എവിടെ വെച്ച് കണ്ടാലും നമ്മളോട് സംസാരിക്കാനും ഇടപെടുക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കാറുണ്ട് അല്ലേ? ചെയ്യാറില്ലേ? അങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളൊരു വോട്ട് കൊടുക്കുന്നേ. അപ്പൊ അങ്ങനെ വോട്ട് കൊടുക്കുമ്പോ അവരെന്താണ് അവിടെ ചെയ്യുന്നത്? അതുപോലെ നമ്മളോട് നല്ല രീതിയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ, ആശയവിനിമയം നടത്തുന്നവർ ഇല്ലേ, നമ്മളോട് എന്തൊരു കാര്യം സംസാരിക്കുമ്പോഴും അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ എന്തൊരു കാര്യത്തിനും ഇടപെടാനും രണ്ടു കൂട്ടരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളുകളുമായിട്ടും നമുക്കൊരു ഇഷ്ടം തോന്നുന്നു നമ്മൾ വോട്ട് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അവർ ഈ പറയുന്ന കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളെ സ്വാധീനിക്കുകയല്ലേ ചെയ്യുന്നത്? ആണോ? അല്ലേ? നമ്മൾ ഈ പറയും നല്ലൊരു സ്വഭാവം, അപ്പൊ അവരുടെ നല്ല സ്വഭാവം, അവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, നല്ല പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്, നല്ല രീതിയിലുള്ള ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളിലൂടെയും നമ്മളെ അവർ ആ പബ്ലിക്കിനെ എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നു അല്ലെ. നമ്മുടെ പബ്ലിക്കിനെ എന്ത് ചെയ്യുന്നു? ആ ഒരു അഭിപ്രായത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനും സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ അവരെ സ്വാധീനിക്കുമ്പോൾ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ അവർക്ക് ഇഷ്ടമാകുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കും അല്ലെ. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ എടുത്ത് നോക്കിയേ, ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു സംഘടിത പ്രക്രിയയാണ്. ഇതിനു വേണ്ടി എന്തൊക്കെ വേണം? ഒരു പരസ്പര തൃപ്തികരമായിട്ടുള്ള ഒരു ടൂ വേ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള സ്വഭാവം അല്ലെ, നല്ല സ്വഭാവം കാഴ്ചവെക്കണം. എന്ന് വെച്ചാൽ എന്താ? ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ ഓരോരുത്തരും നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് നല്ല രീതിയിലായിരിക്കണം. അപ്പൊ നമുക്ക് ആ ഹോസ്പിറ്റലിന് ഇഷ്ടാവും അല്ലെ, ഇഷ്ടാവില്ലേ? അതുപോലെ തന്നെ ജെനുവിൻ പെർഫോമൻസ്, നമുക്ക് തൃപ്തികരമായ രീതിയിലുള്ള നല്ല യഥാർത്ഥമായിട്ടുള്ള പ്രകടനങ്ങൾ തരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സർവീസുകൾ തരുന്ന സ്ഥാപനമായിരിക്കണം വേണ്ടേ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാത്തിന്റെയും അടിസ്ഥാനത്തിൽ ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി, ഒരു പരസ്പര തൃപ്തികരമായ രീതിയിൽ ഈ ഒരു ടൂ വേ അല്ലെങ്കിൽ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല സ്വഭാവത്തിലൂടെയും നല്ല യഥാർത്ഥ പ്രകടനത്തിലൂടെയും ആ പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഒരു സംഘടിത പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ ആ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താണ് റിപ്ലൈ ഇല്ലാത്തെ? ഓക്കെ ആണ്. അപ്പൊ അതാ സർവീസുകളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു രണ്ട് പ്രാവശ്യം വായിച്ച നിങ്ങൾക്ക് കിട്ടുന്ന ഡെഫിനേഷൻ ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഡെഫിനേഷൻ ആണ് ഇമ്പോർട്ടന്റ്, അത് ചോദിക്കാറുണ്ട് കേട്ടോ. ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ ഏതാണ്, അല്ലെങ്കിൽ ഇത് ആര് പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ ആണ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഫസ്റ്റ് വൺ ഓക്കെ അല്ലേ ഡെഫിനേഷൻസ്? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. ഒരു പബ്ലിക് റിലേഷന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? അപ്പൊ ആവശ്യകതകൾ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പബ്ലിക് റിലേഷൻ എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ അല്ലെങ്കിൽ നീഡ്? നോക്കി, ഫസ്റ്റ് വൺ ആണ് എൻലാർജ് വിസിബിലിറ്റി ഫോർ ദ ഹോസ്പിറ്റൽ എംപ്ലോയീസ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. എന്ന് വെച്ചാൽ എന്താ? ഹോസ്പിറ്റല് അതുപോലെ അവിടുത്തെ എംപ്ലോയീസ്, ജീവനക്കാര് അവിടെ നടത്തുന്ന മെഡിക്കൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകള്, സർവീസുകൾ അല്ലെങ്കിൽ സേവനങ്ങള് മുതലായവയുടെയൊക്കെ ആ ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ദൃശ്യമാനത വർദ്ധിപ്പിക്കുക. എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഹോസ്പിറ്റലിൽ നടത്തുന്ന സർവീസുകൾ ആയിക്കോട്ടെ, ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രോഗ്രാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനെ കുറിച്ചുള്ള ആ ഒരു ആളുകൾക്കിടയിലുള്ള ആ ഒരു ദൃശ്യമാനത അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് ആ ഒരു റെപ്യൂട്ടേഷൻ മുതലായ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ
അത് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് ദ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. അതായത് ഏതെങ്കിലും നമ്മൾ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റീജിയൻ, അവിടെ നമ്മുടെ ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരായിരിക്കും? അതായത് നമ്മുടെ ഒരു റീജിയൻ, നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് വിചാരിക്കാം. ആ ഒരു താമസിക്കുന്ന ഏരിയയിൽ ഇപ്പോ 1, 2 അല്ലെങ്കിൽ 3 ഹോസ്പിറ്റലുകൾ ഉണ്ടാവാം, അല്ലെ? ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാവാം. അതില് ഏറ്റവും കൂടുതൽ ആളുകള് ഡിപ്പെൻഡ് ചെയ്യുന്നതും പോകുന്നതുമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും, ഇല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നതും ആ ഒരു 3 ഹോസ്പിറ്റലും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടവും പോവാൻ താല്പര്യവുമുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ. ഉണ്ടോ? ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്റെ ആളുകൾ പോകും താല്പര്യം കാണിക്കുന്നത്, മറ്റു 2 ഹോസ്പിറ്റലിലേക്കും പോവാതെ? എന്തുകൊണ്ടായിരിക്കാം? സർവീസ് ആയതുകൊണ്ടാണ്, അല്ലെ? നല്ല സർവീസ് ആണെന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് കൂടിയാണ്, അല്ലെ? അവര് നല്ല സർവീസുകൾ തരുന്നു, നല്ല ഫെസിലിറ്റികൾ തരുന്നു, നമ്മളോട് നന്നായി പെരുമാറുന്നു, നല്ല പരിചരണം തരുന്നു. അങ്ങനെയാവുമ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലിനോട് വളരെ ഇഷ്ടം തോന്നുകയും ആ ഒരു ഏരിയയിലെ ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ അതോറിറ്റി, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ഒരു നേതാവ് അല്ലെങ്കിൽ അധികാരി എന്ന നിലയിൽ നമ്മൾ ആരെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്? ആ ഒരു ഹോസ്പിറ്റലിനെയാണ്, അല്ലെ? നമുക്ക് എന്തൊരു ആരോഗ്യപരമായിട്ട് ഒരു അസുഖം വന്നാലും എന്ത് വന്നാലും നമ്മൾ ഓടിച്ചെല്ലുന്നത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കില്ലേ, അല്ലേ? ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു പൊസിഷനിലേക്ക് ആ ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണം നൽകുന്ന നേതാവ് അല്ലെങ്കിൽ അധികാരി എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റലിനെ പൊസിഷൻ ചെയ്യണം, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ആ ഹോസ്പിറ്റലിനെ കൊണ്ടുവരണമെങ്കിൽ അവിടെ എന്തൊക്കെ ആവശ്യമാണ്? നല്ലൊരു പബ്ലിക് റിലേഷനിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ, അല്ലെ? നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് നന്നായിട്ട് പെരുമാറുന്നില്ല, നല്ല സർവീസുകൾ നമുക്ക് തരുന്നില്ല, നല്ല രീതിയിലുള്ള പരിചരണങ്ങൾ തരുന്നില്ല, അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റല് ഒരു നല്ല പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല, അല്ലെ? നല്ല പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ അല്ല, പൊതുജനങ്ങളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു ഹോസ്പിറ്റൽ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് ഈ ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ അധികാരിയായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേസമയം നമ്മളോട് നന്നായി പെരുമാറുന്ന, നല്ല പരിചരണം നൽകുന്ന, നല്ല സർവീസുകൾ നൽകുന്ന, നല്ല രീതിയിൽ നമ്മളോട് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന് മാത്രമേ ഈ പറയുന്ന ഒരു പൊസിഷനിലേക്ക് ജനങ്ങൾ എന്ത് ചെയ്യുള്ളൂ? സ്ഥാപിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? മൂന്നാമത് ഇൻക്രീസ് അവയർനെസ് ഓഫ് ദ ഹോസ്പിറ്റൽ ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. നല്ലൊരു പബ്ലിക് റിലേഷനിലൂടെ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള എല്ലാ പ്രോഗ്രാമുകളെ കുറിച്ചും സർവീസുകളെ കുറിച്ചും ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ അതിലൂടെ തന്നെ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ സർവീസുകളെ കുറിച്ചും പ്രോഗ്രാമുകളെ കുറിച്ചും ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് എൻഹാൻസ് ദ ഹോസ്പിറ്റൽ ഇമേജ്. ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ദെൻ അസിസ്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ആൻഡ് റിട്ടൻഷൻ ഓഫ് എംപ്ലോയീസ്. എന്ന് വെച്ചാൽ എന്താ? അവിടെയുള്ള എംപ്ലോയീസിനെ നിലനിർത്താനും പുതിയ റിക്രൂട്ട്മെന്റ്സ് അല്ലെങ്കിൽ നിയമനങ്ങൾ നടത്താനും സഹായിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? നല്ലൊരു പബ്ലിക് റിലേഷൻ ഒരു ഹോസ്പിറ്റൽ. ഇപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, നമ്മൾ ഓൾറെഡി അവിടെ എന്തെങ്കിലും ഓൾറെഡി ജീവനക്കാരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഏതൊരു സ്ഥാപനമാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന, നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നമ്മൾ അവിടെ നിലനിൽക്കില്ലേ? പോരില്ല, അല്ലെ? നമ്മൾ അവിടെ നിന്ന് വേണ്ട എന്ന് വെച്ച് പോരാൻ സാധ്യത കുറവാണ്, അല്ലെ? നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ലേ? ഒരു ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ നല്ല രീതിയിലുള്ള അന്തരീക്ഷം നമുക്ക് കിട്ടുന്നു. ചില സാലറി കുറവായിരിക്കാം, എന്നാൽ പോലും നല്ല രീതിയിൽ നന്നായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുന്ന സ്റ്റാഫുകളാണുള്ളത്. നമ്മുടെ ഹെഡ് ആയിട്ടിരിക്കുന്നവരും അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നു. അപ്പൊ ആ ഒരു സ്ഥാപനത്തില് തുടർന്ന് പോകാനല്ലേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ, അല്ലെ? നമ്മൾ പിരിഞ്ഞു പോകാനായിട്ട് ഭൂരിഭാഗം പേരും ശ്രമിക്കില്ല. കാരണം നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ അറ്റ്മോസ്ഫിയറും അവർക്ക് നമ്മളോടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇഷ്ടമായി. അതുകൊണ്ടല്ലേ നമ്മൾ അവിടെ നിലനിർന്നു പോകുന്നത്? ആണോ?
എന്താ ഒരു റിപ്ലൈ ചെയ്യാത്തെ? അങ്ങനെയല്ലേ? അതെ. അപ്പൊ ഇവിടെയും അത് തന്നെയാ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലില് നമ്മൾ ചെല്ലുന്ന സമയം, ഇപ്പൊ നിങ്ങൾ ഇത് കോഴ്സ് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ ഹോസ്പിറ്റലിലെ നല്ല രീതിയിൽ പബ്ലിക് റിലേഷൻ, പബ്ലിക് എന്ന് പറയുമ്പോൾ അതിലെ അവിടുത്തെ സ്റ്റാഫുകൾ ഉൾപ്പെടും അല്ലെ? അപ്പൊ പൊതുജനങ്ങൾ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഉൾപ്പെടുന്നില്ലേ? അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളോടും ഇതുപോലെ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തില് ജീവനക്കാര് നിലനിൽക്കും അല്ലെ? നിലനിൽക്കും. അതുപോലെ തന്നെ പുതിയതായിട്ട് റിക്രൂട്ട്മെന്റ്, അല്ലെങ്കിൽ പുതിയ ആൾക്കാര് അവിടെ ജോലിക്കായിട്ട് എന്ത് ചെയ്യുന്നു? നിയമനത്തിനായിട്ട് വരികയും ചെയ്യും ഇല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ മറ്റുള്ളവർ അറിയണം നല്ല സ്ഥാപനമാണ്, അവിടെ എന്തെങ്കിലും വേക്കൻസികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ കെയർ ഓഫിൽ തന്നെ ആളുകൾ വരാം അല്ലെ? അല്ലാതെ ഒരു മറ്റൊരു എന്തെങ്കിലും ഒരു റിക്രൂട്ട്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ പൊതുജനങ്ങൾ നല്ല അഭിപ്രായം പറയുന്നത് കൊണ്ട് തന്നെ അവിടെ ഒത്തിരി നിയമനങ്ങള് വേണ്ടിയിട്ടുള്ള ആളുകൾ വരാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ഈ ഒരു നല്ല പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? Act as a foundation when unreal news about the hospital happens. ഇപ്പൊ ഏതെങ്കിലും ഹോസ്പിറ്റൽസിനെ കുറിച്ച് അൺറിയൽ ആയിട്ടുള്ള, അതായത് യഥാർത്ഥ്യമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസുകളോ കാര്യങ്ങളോ ഒക്കെ വന്നത് വിചാരിക്കാം. നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റൽ ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു ഹോസ്പിറ്റലാണ്, നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നല്ല പരിചരണമോ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, വേറെ യാതൊരുവിധ തെറ്റോ കാര്യങ്ങളോ നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കേൾക്കാണ് ആ ഹോസ്പിറ്റല് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരു ഫേക്ക് ന്യൂസ് നമ്മൾ കേൾക്കാണ്. നമ്മളത് വിശ്വസിക്കോ? നിങ്ങളാണെങ്കിൽ അത് വിശ്വസിക്കോ? ആ ഒരു ഹോസ്പിറ്റൽ അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവില്ല. കാരണം എന്തുകൊണ്ടാ? ആ ഹോസ്പിറ്റല് നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് അല്ലെ നമ്മൾ വിശ്വസിക്കാത്ത. അല്ലാത്ത പക്ഷമാണ് ഇപ്പൊ നമുക്ക് ചെന്നിട്ട് ഇഷ്ടമൊന്നും ആവാത്ത, നമുക്ക് വലിയ താല്പര്യമില്ലാത്ത ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് ശരിയായിരിക്കും, ആ ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സർവീസുകളൊക്കെ എന്ന് പറയും അല്ലെ? നമ്മൾ നേരെ തിരിച്ചു പറയും. അപ്പൊ അതുകൊണ്ട് ഇവിടെയും പറയുന്നത് എന്താ? നല്ലൊരു പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ആക്ട് ആസ് എ ഫൗണ്ടേഷൻ, ഒരു അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു അൺറിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെയുള്ള ന്യൂസുകളോ കാര്യങ്ങളോ കണ്ടാല് അതിനെ മറികടക്കാനായിട്ടുള്ള ഒരു അടിസ്ഥാനമായിട്ട് എന്ത് പ്രവർത്തിക്കുന്നു? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നു. ലാസ്റ്റ് വരുന്നത് ഇംപ്രൂവ് എംപ്ലോയി മൊറൽ. ആ ഒരു സ്ഥാപനങ്ങളിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ മൊറൽ എന്ന് പറഞ്ഞാൽ മനോവീര്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. കാരണം എന്താ? നല്ല രീതിയിൽ ഒത്തിരി ആളുകളുമായിട്ട് ഇടപെടലുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ ആ ഒരു മനോവീര്യം കൂടില്ലേ? അധികം ആളുകളോട് മിങ്കിൾ ചെയ്യാത്തവർക്കാണോ? അതോ നല്ലോണം എല്ലാവരുമായിട്ട് പുറത്തിറങ്ങി സംസാരിക്കുകയും ഇതാകുകയും ചെയ്യുന്ന ആളുകൾക്കാണോ കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടുതൽ ഉണ്ടാവുക? ഒരുപാട് പേരോട് ഇടപഴകുന്ന ആളുകൾക്കായിരിക്കും അല്ലെ കോൺഫിഡൻസ് ലെവൽ കൂടുതൽ ഉണ്ടാവുന്നത്. അത് തന്നെയാണ്. അപ്പൊ ഇവിടെയും നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ഒത്തിരി പേര് ആ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്ത് വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവരുമായിട്ട് ഒത്തിരി പേരുമായിട്ട് ആളുകളുമായിട്ട് ഇടപെടലുകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള എംപ്ലോയീസ് ജീവനക്കാരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു മനോവീര്യം എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സഹായകമാണ്. അപ്പൊ ഇവിടെ നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ ആണ്. ഒരു പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തത് ഹോസ്പിറ്റലിനെ കുറിച്ച്, അവിടുത്തെ എംപ്ലോയീസിനെ കുറിച്ച്, അവിടുത്തെ പ്രോഗ്രാം, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകള്, സർവീസുകൾ മുതലായവ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാനും അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ എത്താനും പ്രശസ്തി വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തത് പറഞ്ഞത് ഹോസ്പിറ്റൽ ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു റീജിയനിലെ ഹെൽത്ത് കെയർ ലീഡർ, ആരോഗ്യ പരിചരണ നേതാവ് അല്ലെങ്കിൽ അധികാരി എന്ന പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ നല്ലൊരു പബ്ലിക് റിലേഷനിലൂടെ, പബ്ലിക് റിലേഷൻ സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ ആ ഒരു പൊസിഷനിലേക്ക് ചെന്നെത്താനായിട്ട് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമത് പറഞ്ഞത് ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള റേഞ്ച് ഓഫ് പ്രോഗ്രാമുകളെ കുറിച്ചും സർവീസുകളെ കുറിച്ചുമുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു അവബോധം വർദ്ധിപ്പിക്കാനും നല്ലൊരു പബ്ലിക്
റിലേഷനിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ദെൻ റിക്രൂട്ട്മെന്റ് നിയമനവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിനെ നിലനിർത്താനും റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ നിയമനങ്ങളെ സഹായിക്കുന്നതിനും നല്ലൊരു പബ്ലിക് റിലേഷൻ കഴിയുന്നുണ്ട്. അതുപോലെ ആക്ട് ആസ് ഫൗണ്ടേഷൻ വെൻ അൺറിയൽ ന്യൂസ് അബൌട്ട് ദ ഹോസ്പിറ്റൽ ഹാപ്പൻ. ഹോസ്പിറ്റലിനെ കുറിച്ച് എന്തെങ്കിലും യാഥാർത്ഥ്യമല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളോ കാര്യങ്ങളോ വന്നാൽ ഈ പബ്ലിക് റിലേഷൻ ഒരു അടിസ്ഥാനമായി പ്രവർത്തിക്കുകയും അതിനെയൊക്കെ മറികടക്കാനും സഹായിക്കുന്നു. ലാസ്റ്റ് പറഞ്ഞത് ഇംപ്രൂവ് എംപ്ലോയീസ് മൊറൽ. എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ മനോവീര്യം മെച്ചപ്പെടുത്താനും ഇതിലൂടെ സഹായകമാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞു. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയില് അല്ലെങ്കിൽ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു നല്ല പബ്ലിക് റിലേഷൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ രീതികളാണ് ഉപയോഗിക്കേണ്ടത്? There are mainly two methods. രണ്ട് മെത്തേഡുകളിലൂടെയാണ് നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താൻ സാധിക്കുക. അതിൽ ഒന്നാമത്തത് ഓപ്പറേറ്റീവ് മെത്തേഡ്, രണ്ടാമത്തത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രവർത്തന രീതികളാണ്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താ? ആശയവിനിമയ രീതികളാണ് അല്ലെ. അതിൽ ഒന്നാമത്തതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ പ്രവർത്തന രീതികൾ. ഈ ഓപ്പറേറ്റീവ് മെത്തേഡുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ പറ്റും അല്ലെ. നല്ല പ്രവർത്തനങ്ങളിലൂടെ ചെയ്യാൻ പറ്റില്ലേ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താൻ പറ്റും. അതുപോലെ തന്നെ ആശയവിനിമയത്തിലൂടെയും പറ്റും. രണ്ട് മെത്തേഡുകളാണുള്ളത്. അതിൽ ഒന്നാമത് എന്തൊക്കെയാണ്? ആ ഒരു ഓപ്പറേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ പ്രവർത്തന രീതികൾ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്കൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താൻ പറ്റും, അതാണ് നമ്മൾ ആ ഒരു മെത്തേഡിൽ പഠിക്കുന്നത് കേട്ടോ. നോക്കി, ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദീസ് മെത്തേഡ്സ് ആർ ബേസിക്കലി റിലേറ്റഡ് വിത്ത് every aspect of hospital operation, including those that are performed by workmen such as telephone operator, inquiry office personnel, or admission office clerk. അതായത് ഈ ഒരു ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിലേറ്റഡ് ടു എന്തുമായി ബന്ധപ്പെട്ടതാണ്? റിലേറ്റഡ് വിത്ത് എവറി ആസ്പെക്ട് ഓഫ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുടെ എല്ലാ വശങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഒരു രീതി എന്ത് ചെയ്യുന്നിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് അവിടുത്തെ അഡ്മിഷൻ ഓഫീസ് ക്ലർക്കിന്റെ വർക്കുകളാവാം, അല്ലെങ്കിൽ എൻക്വയറി ഓഫീസ് പേഴ്സണൽസിന്റെ ജോലികളാവാം, ടെലിഫോൺ ഓപ്പറേറ്റേഴ്സിന്, ഇങ്ങനെയുള്ളവരെല്ലാവരും, അതായത് ഇങ്ങനെ പറയുന്ന ആളുകൾ തുടങ്ങിയ എല്ലാവരുടെയും ജോലികൾ ആ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ അവരുമായി അങ്ങനെ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന എല്ലാവരുടെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ രീതി നിലനിൽക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഇപ്പൊ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഫ്രണ്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ അവര് നന്നായിട്ട് പെരുമാറുന്നു. അവര് മാത്രം നന്നായിട്ട് പെരുമാറിയാൽ മാത്രം കാര്യമുണ്ടോ?
നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെയും പോകാൻ താല്പര്യം കാണിക്കണമെങ്കിൽ ആ ഫ്രണ്ട് ഓഫീസിലെ ആളുകൾ മാത്രം നന്നായിട്ട് പെരുമാറിയിട്ട് കൊണ്ട് കാര്യമുണ്ടോ? അത് കഴിഞ്ഞ് നമ്മൾ നഴ്സിന്റെ അടുത്തോ ഡോക്ടറുടെ അടുത്തോ ചെല്ലുമ്പോ അവർ നമ്മളോട് മോശമായി പെരുമാറിയാൽ അത് പ്രശ്നമാണ് അല്ലെ? അതേസമയം ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ ജീവനക്കാരും എല്ലാവരും ഒരുപോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ, നമ്മളോട് നന്നായി പ്രവർത്തിച്ചാൽ, നല്ല രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ഥാപനത്തിലെ ഇഷ്ടമാവുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത് ഇന്ന വിഭാഗക്കാരെന്നൊന്നുമില്ല, എല്ലാ വിഭാഗത്തിലുള്ളവരും, അതായത് താഴെത്തട്ടിലുള്ളവരായിക്കോട്ടെ മുകളിലുള്ളവരായിക്കോട്ടെ, ഇതിനുള്ള എല്ലാവരും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളിലും ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് മെത്തേഡ് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ ജോലികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പബ്ലിക്കിന് ഇഷ്ടമാകുന്ന രീതിയിലാണ് അല്ലെ? പബ്ലിക്കിനോട് നല്ല രീതിയിൽ ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നടക്കുന്നത്. അതാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് മെത്തേഡിലൂടെ പറയുന്നത്. All those maintaining contact with patients as well as those working behind the screen share the same burden. അതായത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പേഷ്യൻസിനോട് കോണ്ടാക്റ്റിൽ വരുന്ന, നമുക്ക് നേരിട്ട് നമ്മളോട് സമ്പർക്കത്തിൽ വരുന്നവരാണ് ഡോക്ടേഴ്സ്, നഴ്സസ് അല്ലെ, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, അങ്ങനെയുള്ളവര് നേരിട്ട് നമ്മളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ഇനി അല്ലാതെ ഒരുപാട് പേര് ബാക്ക് ബിഹൈൻഡ് ദ സ്ക്രീൻ, അതായത് ആ സ്ക്രീനിന്റെ പുറകില് കട്ടിന്റെ പുറകിലും പ്രവർത്തിക്കുന്നവരുണ്ട് അല്ലെ? ഇല്ലേ? ഒത്തിരി പേര് നമ്മൾ കാണാതെ ഹോസ്പിറ്റലിന്റെ പുറത്ത് ബാക്ക് സൈഡിൽ പ്രവർത്തിക്കുന്നവരില്ലേ? അക്കൗണ്ട് സെക്ഷനുള്ളവര്, റിലീഫുമായി ബന്ധപ്പെട്ടവര്, അങ്ങനെ ഒരുപാട് പേര് അതിന്റെ മുന്നിൽ പ്രവർത്തിച്ച് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവരും, അതായത് ഒരു കൂട്ടര് മാത്രമല്ല, നേരെ പേഷ്യൻസുമായിട്ട് ആ ഒരു ഡയറക്റ്റ് നേരിട്ടുള്ള ആ ഒരു ബന്ധം പുലർത്തുന്നവരും സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഒരുപോലെ ഈ ഒരു ഭാരം ചുമക്കേണ്ടതായി പങ്കിടുന്നുണ്ട്. അപ്പൊ ഈ ഒരു നല്ല ഓപ്പറേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ കൊണ്ടുവരണമെങ്കിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ സ്ഥാപനം കാഴ്ചവെക്കണം. അതിനു വേണ്ടി ഈ പറയുന്ന പേഷ്യൻസുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവര് മാത്രമല്ല അതിൽ പങ്കാളികളാവുന്നത് ആ സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഇതിൽ തുല്യ പങ്കാളികളായി വരുന്നു. ക്ലിയർ ആണോ? ആ ഒരു ആദ്യത്തെ പാരഗ്രാഫ് ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തതായിട്ട് പറയുന്നത് the three fundamental components. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാനുള്ള ഭാഗമാണ്. 3 fundamental components of any community operations. അതായത് കമ്മ്യൂണിറ്റിയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും 3 അടിസ്ഥാനപരമായിട്ടുള്ള 3 കാര്യങ്ങളാണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതെന്നെ പറയുന്നു 3 അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങള് ഒരു കമ്മ്യൂണിറ്റി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നാമത് ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. എന്താണ്? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളോട് നല്ല സന്തോഷകരമായിട്ട് നല്ല മാന്യമായിട്ടും പെരുമാറുക എന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ? അല്ലെ? അതിലൂടെ നമുക്ക് അവരുടെ പ്രവർത്തനത്തിലൂടെയാണ് അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തരുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടാവും അല്ലെ? സ്ഥാപനത്തിനോട് നല്ല രീതിയിൽ നമ്മളോട് നല്ല രീതിയിൽ സന്തോഷത്തോടെ പെരുമാറുന്നു, മാന്യമായ രീതിയിൽ പെരുമാറുന്നു. അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യവുമാണ്. അത് ഒരു പ്രവർത്തന രീതിയോ ഒരു പ്രവർത്തനപരമായിട്ടുള്ള ഒരു നല്ലൊരു രീതിയുമാണ്. രണ്ടാമത്തത് ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. ഒരുപാട് സമയമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്തില്ലാതെ വളരെ വേഗം വരുന്നതും കാര്യക്ഷമമായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സ നമുക്ക് കിട്ടുക എന്നുള്ളത് ഇല്ലേ? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരുപാട് സമയം ചിലപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് വരാറുണ്ട്. അങ്ങനെയൊന്നും വരുത്താതെ വളരെ പെട്ടെന്ന് എന്നാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കിട്ടുക എന്ന് നമ്മൾ ആഗ്രഹിക്കാറുമുണ്ട്. അത് നല്ലൊരു പ്രവർത്തന രീതിയുമാണ്. മൂന്നാമത്തത് ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. എന്താ? നല്ലൊരു വ്യക്തമായിട്ടുള്ള അന്തരീക്ഷം, നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് അവിടെ ചെയ്യുമ്പോൾ നല്ലൊരു അന്തരീക്ഷം കിട്ടുക. ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. അടുത്ത വർക്കേഴ്സ് നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ അപ്പിയർ ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. അങ്ങനെയുള്ള കാര്യം ഈ 3 ഫണ്ടമെന്റൽ കമ്പോണൻസും ഒരു കമ്മ്യൂണിറ്റി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വേണ്ട
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ മൂന്നെണ്ണവുമാണ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ച് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഓരോ ഏരിയയിലെയും ജീവനക്കാര് പ്രവർത്തിക്കുന്നത്. നന്നായിട്ട് സന്തോഷകരമായിട്ട് നമ്മളോട് മാന്യമായിട്ട് പെരുമാറുക, വേഗതയേറിയതും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു ചികിത്സ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ ഒരു വ്യക്തമായ ഒരു അന്തരീക്ഷം അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ വർക്കേഴ്സിന്റെ ഒക്കെ ആ ഒരു നല്ല ഒരു അപ്പിയറൻസ് ചെയ്യുക. അതിലൂടെയും നല്ലൊരു പ്രവർത്തനമാണ്, അതുപോലെ തന്നെ നല്ലൊരു പബ്ലിക് റിലേഷനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയത് മൂന്നെണ്ണം. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നമ്മുടെ ടൈം കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് ഒന്ന് വായിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും എടുത്തു നിന്ന് വായിച്ചിട്ട് വരാം. നോട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.